JEE 2024 ഷിഫ്റ്റ് phase 1 Jan 30th shift 1. Question number 30. An electric toaster has a resistance of 60 ohm at 27 degrees Celsius. അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. R1 ഈക്വൽ ടു എത്രയാണ്? 60 ഓം. അതിൻ്റെ T1 എത്രയാണ് എൻ്റെ കുഞ്ഞുങ്ങൾ പറയാം? 27 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ നമുക്ക് മാറ്റണോ? ആൽഫ തന്നേക്കുന്ന എന്തിലാണ്? ഡിഗ്രി സെൽഷ്യസിൽ തന്നെയാണ്. അപ്പോൾ പിന്നെ മാറ്റണ്ട. അതേസമയം ഇത് കെൽവിനിലാണെങ്കിൽ ആൽഫയുടെ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം പ്രോബ്ലം ചെയ്യാൻ, അല്ലെങ്കിൽ എപ്പോൾ പ്രോബ്ലം തെറ്റിന്ന് ചോദിച്ചാൽ മതി. അടുത്ത്, ഇറ്റ് ഈസ് കണക്റ്റഡ് ടു 220 വോൾട്ട് സപ്ലൈ. അപ്പോൾ 220 വോൾട്ടിലേക്ക് ഇത് കണക്ട് ചെയ്തെന്നാണ് അവർ പറയുന്നത്. ഇഫ് ദ കറണ്ട് ഫ്ലോയിങ് ഈസ് ഐ ഈസ് ഈക്വൽ ടു, ആ സമയത്ത് ഐ എത്രയാണ് മക്കളെ? 2.75 ഈസ് ഈക്വൽ ടു 3/4. 4 × 2 8 + 11/4. ഇതാണ് കറണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഡേറ്റയിൽ നിന്ന് നമുക്ക് R2 കണ്ടുപിടിക്കാം. R2 ഈസ് ഈക്വൽ ടു V/I. V എത്രയായിരുന്നു? 220 ഡിവൈഡഡ് ബൈ I എത്രയായിരുന്നു? 11/4. അപ്പോൾ 22/11 20. 20 × 4 80 ഓം. ഇപ്പോൾ രണ്ടാമത്തെ റെസിസ്റ്റൻസ് കിട്ടി. ആൽഫയുടെ വാല്യൂ എത്രയായിരുന്നു കുഞ്ഞുങ്ങൾ പറയാം? 2 × 10⁻⁻⁴. ഇത്രയും ഡേറ്റയാണ് നമുക്ക് തന്നേക്കുന്നത്. എന്താ വേണ്ടത്? ടെമ്പറേച്ചർ. രണ്ടാമത്തെ ടെമ്പറേച്ചറാണ് നമുക്ക് വേണ്ടത്. ഓക്കെ അല്ലേ? ഈസി അല്ലേ? അത് ഈസി അല്ലേ? അപ്പോൾ നമുക്ക് R ഈക്വൽ ടു R0 × 1 + ആൽഫ ഡെൽറ്റ ടി എന്നറിയാമല്ലോ. അപ്പം R എത്രയായിരുന്നു? 80. R0 നമുക്കിപ്പോൾ എത്രയായിട്ട് കൊടുക്കാം? 60 × 1 + ആൽഫ എത്രയായിരുന്നു? 2 × 10⁻⁻⁴ × ഡെൽറ്റ ടി എത്രയായിരുന്നു? T മൈനസ് ആദ്യത്തെ ടെമ്പറേച്ചർ എത്രയായി? 27 ഡിഗ്രി സെൽഷ്യസ്. ശരിയല്ലേ? ഇത് ഒന്ന് സോൾവ് ചെയ്താൽ നമുക്ക് T എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. 1694 ഡിഗ്രി സെൽഷ്യസ്. 1694 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ രണ്ട് ഇക്വേഷൻ ഉണ്ട്. ആൽഫ ഈസ് ഈക്വൽ ടു R0T ഡിവൈഡഡ് ബൈ, അല്ലേ, RT - R0 ഡിവൈഡഡ് ബൈ R0T. അതിൽ നിന്ന് നമുക്ക് ഇക്വേഷൻ ഈസി ആയിട്ട് കണ്ടുപിടിച്ചെടുക്കാം. ഇനി അതെല്ലാം രണ്ട് ടെമ്പറേച്ചേഴ്സിലാണെങ്കിൽ ആൽഫ ഈസ് ഈക്വൽ ടു R2 - R1 ഡിവൈഡഡ് ബൈ R1T2 - R2T1 ചെയ്യാം. പിന്നെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആയതുകൊണ്ട് വേറൊന്നും നോക്കണ്ട, നേരെ അങ്ങ് ചെയ്തേച്ചാൽ മതി. ഓക്കെ, താങ്ക് യു.